നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് മരണകാരകസ്ഥാനം. ഇതിൻ്റെ കേട്ടാൽ നമുക്ക് സ്വല്പം ഭയം തോന്നുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഭയപ്പെടാനൊന്നുമില്ല. ഇത് നമുക്കൊരു മുന്നറിയിപ്പ് തന്നിട്ട് അതിനുള്ള പ്രതിവിധി തേടുക, അതാണ് അതിനുള്ള ഒരു ഉപാധിയായിട്ട്, അത് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇന്ന് സംസാരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും പ്രത്യേക ചില ഹൗസിൽ 8th ഹൗസ് അല്ലെങ്കിൽ 9th ഹൗസ് 10th ഹൗസ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹൗസിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട്. നിർജീവമായി പോകുന്ന ഒരവസ്ഥ. അങ്ങനെ വരുന്ന ഒരവസ്ഥ അതിനാണ് ഏത് ഹൗസിലാണോ ഈ അവസ്ഥ വരുന്നത് ആ ഹൗസിനെയാണ് മരണകാരകസ്ഥാനം എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ആ സ്ഥാനത്ത് അതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, അങ്ങനെയാണ് ആ ഗ്രഹങ്ങളുടെ അവസ്ഥ ഉണ്ടാവുക. എന്ന് വിചാരിച്ചിട്ട് തീരെ ഈ മരണകാരക ഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തൊലഞ്ഞുപോയി എന്നൊന്നും ധരിക്കരുത്. അതൊരു അവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അതിനനുസരിച്ച് നമ്മളെ ജീവിതം ക്രമപ്പെടുത്തണം. നമ്മുടെ പ്രവർത്തനം ക്രമപ്പെടുത്തിയാൽ ഇതിൻ്റെ ബലങ്ങളൊക്കെ പോകും. കാരണം എല്ലാ ഗ്രഹങ്ങൾക്കും ഇപ്പോൾ നീചമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിന് നീചഭംഗം ഉണ്ട്. അങ്ങനെ ഈ ഗ്രഹത്തിൻ്റെ അവസ്ഥയ്ക്കും ചില ഭംഗങ്ങൾ ഉണ്ടാകും. പ്രധാനമായിട്ടും ഒരു ജാതകത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ, മരണകാരക സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ, വ്യാഴത്തിൻ്റെ വീക്ഷണമൊക്കെ ഉണ്ട്. വ്യാഴം എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഏതും ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ വീക്ഷണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ ജാതകം എല്ലാ ഗ്രഹങ്ങളും ബലപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥ, നല്ല യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കേസരി യോഗം പോലത്തെ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മരണകാരക സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കഴിവുകളിനെയും അത് അതിജീവിച്ചുകൊള്ളും. കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പ്രവർത്തന മേഖല അതിനനുസരിച്ച് അറേഞ്ച് ചെയ്താൽ ഈ ഒരു മരണകാരക സ്ഥാനത്തിന് അതിൻ്റെ ശക്തി കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് എന്താണ് ഈ മരണകാരക സ്ഥാനം? എല്ലാ ഗ്രഹങ്ങൾക്കും ഇങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അത് എവിടെയാണ്, എങ്ങനെയാണ്? ഇതാണ് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത്. നമുക്ക് ആദ്യമായിട്ട് സൂര്യനെ തന്നെ എടുക്കാം. സൂര്യൻ ഒരു ജാതകത്തിൽ 12ാം ഭാവം 12th ഹൗസ്, അവിടെ സൂര്യന് ബലക്കുറവാണ്. സൂര്യന് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരിക്കും 12ൽ നിൽക്കുന്ന സൂര്യൻ. അതിനെന്താ കാരണം? 12ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിദേശം, ഏകാന്തത, ഒറ്റപ്പെട്ടു നിൽക്കൽ, അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നും മറഞ്ഞു നിൽക്കൽ, ഓവറായിട്ടുള്ള എക്സ്പെൻസുകൾ, മറ്റുള്ളവരെ കീഴിൽ ജീവിക്കൽ, ഇതൊക്കെയാണ് 12ാം ഭാവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ അവസരത്തിൽ സൂര്യൻ രാജാവാണ്. അംഗീകാരം വളരെ ആവശ്യമായിട്ട് വരുന്ന ഒരു ഗ്രഹമാണത്. കൺസിഡറേഷൻ, രാജാവാണ്. രാജാവിൻ്റെ ആജ്ഞകൾ പുറപ്പെടുവിക്കുവാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണം. അങ്ങനെ ഇല്ലാത്ത സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹൗസിൽ അല്ലെങ്കിൽ ഒരു ഭാവത്തിൽ
സൂര്യന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൂര്യൻ അവിടെ നിർജീവമായി പോകും. ഇതാണ് 12 നിൽക്കുന്ന സൂര്യന് ഈ മരണകാരക അവസ്ഥ സ്ഥാനമുണ്ടാകുന്നത്. അതുപോലെ തന്നെ ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിർജീവമാകുന്നു. മരണകാരക സ്ഥാനം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെത് അഷ്ടമമാണ്. എന്തുകൊണ്ടത് അഷ്ടമത്തിൽ അങ്ങനെ സംഭവിക്കുന്നു? നമുക്കറിയാവുന്നതാണ്. അഷ്ടമം എന്ന് പറയുന്നത് അതൊരു ഒരു ഭീകരത സൃഷ്ടിക്കുന്ന ഒരു ഭാവമാണത്. എല്ലാറ്റിനും സഡൻ ചേഞ്ചുകളാണ്. മരണം, പുനർജന്മം, അതുപോലെ തന്നെ നിഗൂഢതകൾ, അങ്ങനെ എന്തും അതിന് വല്ലാത്തൊരു ഒരു ശക്തിയുണ്ട് ഈ അഷ്ടമഭാവത്തിന്. ഇവിടെ ലളിത സ്വഭാവം, സാത്വിക സ്വഭാവം, നിർമ്മലമായ സ്വഭാവം, സ്നേഹം, ആ മാതൃസ്ഥാനം, ഇതൊക്കെ അലങ്കരിക്കുന്ന ചന്ദ്രൻ അവിടെ ഒരിക്കലും പെട്ടുപോകാൻ പറ്റില്ല. അവിടെ ചന്ദ്രൻ നിർജീവമാകും. അതാണ് 8 നിൽക്കുന്ന ചന്ദ്രൻ മാരക സ്ഥാനമാണ്. ചന്ദ്രൻ്റെ മരണകാരകത്വമാണ്, മരണകാരക സ്ഥാനമാണത് 8 ചന്ദ്രന്. അതുപോലെ 12 സൂര്യനും അത് തന്നെ മരണകാരക സ്ഥാനമാണ് 12. ഇനി നമുക്ക് കുജനെ എടുക്കാം. കുജൻ്റെ മരണകാരക സ്ഥാനം എന്ന് പറയുന്നത് 7ആണ്. എന്തുകൊണ്ട് 7 മരണകാരക സ്ഥാനമാകുന്നു? കുജൻ്റെ സ്വഭാവം എന്താണ്? കുജൻ രാജാവിൻ്റെ കൽപ്പന, അത് എന്തോ ആയിക്കൊള്ളട്ടെ, അത് അനുസരിക്കും. അതിനു വേണ്ടി യുദ്ധം ചെയ്യും. രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും. അതിൻ്റെ ശരിയോ തെറ്റോ കൂടി കുജൻ ചിന്തിക്കാറില്ല. വളരെ ബലമായിട്ട് യുദ്ധം, ധൈര്യം, ഇങ്ങനെയുള്ള അഗ്രസീവ് നേച്ചറാണ് കുജന്. അതേസമയം 7-ാം ഭാവമോ അത് കല്യാണത്തിൻ്റെ ഭാവമാണ്. അതൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഭാവമാണ്. അവിടെ കോൺട്രാക്റ്റുകളാണ്. നമുക്ക് ഓരോരോ നിബന്ധനകളനുസരിച്ച് ജീവിതത്തിന് തിട്ടപ്പെടുത്തുന്നൊരു ഭാവമാണ് 7. അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരിക്കലും കുജൻ ചിന്തിക്കുക പോലുമില്ല. അപ്പോൾ അവിടെ 7 കുജന് മരണകാരക സ്ഥാനമാണ് 7. ഇനി ബുധനും 7-ാം ഭാവം, അതായത് 7th ഹൗസ്, അത് ബുധൻ്റെ മരണകാരക സ്ഥാനമാണ്. കാരണം ബുധൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ്. കൂടാതെ കൗമാര സ്വഭാവങ്ങൾ ആണ് ബുധൻ്റേത്. പ്രാക്ടിക്കലാകുന്നതിൽ അതിനപ്പുറം കൗമാര സ്വഭാവങ്ങളാണ് ബുധൻ്റേത്. ബുധൻ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുന്ന ഈ ഒരു രാശിയിൽ ചിന്തിക്കാനേ പറ്റില്ല, 7-ാം ഭാവത്തിൽ. അപ്പോൾ അവിടെ ബുധന് മരണകാരക സ്ഥാനമാണ്. ഇനി ഈ ബുധന് തന്നെ 4th ഹൗസ്, അതും മരണകാരക സ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അത്? കുറച്ച് പേര് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. 4-ലാണ് ബുധൻ്റെ മരണകാരക സ്ഥാനം എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് 7-ലാണെന്ന്. എങ്ങനെയായാലും 7-ലെ ബുധന് കല്യാണ കാര്യത്തിൽ ബുധൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഗ്രഹമല്ല. ബുധൻ കളിചിരിയും കുട്ടിക്കാലവും അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ്. ഇനി 4-ൽ ബുധൻ നിന്നാൽ, 4-ലും വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു ഭാവമാണ് 4 എന്ന് പറയുന്നത്. അവിടെ ചന്ദ്രൻ്റെ മാതൃത്വമാണ് 4. അവിടെ ബുധൻ്റെത് ഞാൻ പറഞ്ഞില്ലേ, ബുധൻ വളരെ കാൽക്കുലേഷൻ്റെ ഒരു ഗ്രഹമാണ്. എല്ലാം വസ്തുനിഷ്ഠമായ പഠനത്തിന് ശേഷം ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു ഗ്രഹമാണ്. അപ്പം അങ്ങനെയുള്ള ഗ്രഹത്തിന് ഈ ഒരു സെൻറ്റിമെൻസും
അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പ്രസക്തിയില്ല. ഈ അങ്ങനെയുള്ളത് കൊണ്ട് 4-ാം ഭാവം ഗ്രഹസ്ഥാനമാണത്, സുഖസ്ഥാനമാണ്. അതൊന്നും പൂർണ്ണമായിട്ട് ബുധന് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 4-ാം ഭാവം ബുധൻ്റെ ഒരു മരണകാരക സ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കെടുക്കാം വ്യാഴം. വളരെ പ്രധാനപ്പെട്ട ഗ്രഹമാണ്. പക്ഷേ 3rd ഹൗസ്, അതായത് 3-ാം ഭാവം, അവിടെ നിൽക്കുന്ന വ്യാഴത്തിന് പ്രവർത്തനശേഷി ഇല്ല. അത് വ്യാഴത്തിൻ്റെ മരണകാരക സ്ഥാനമാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം എന്താ? 3-ാം ഭാവത്തിൻ്റെ സ്വഭാവവും വ്യാഴത്തിൻ്റെ ഇൻഹറൻ്റായിട്ടുള്ള വ്യാഴത്തിൻ്റെ ക്വാളിറ്റിയും ഒരുപാട് വ്യത്യാസമാണ്. ഒന്ന് 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യം, ബുദ്ധി, ഓവർ ബുദ്ധി, അതുപോലെ ബിസിനസ് ടൈപ്പ് ബുദ്ധിയാണ്. അതുപോലെ തന്നെ ഒരു തരം നമുക്ക് ഏണിങ്സ് വേണം, ബിസിനസ് ചെയ്യാൻ ഏറ്റവും താല്പര്യമുള്ള ഒരു രംഗമാണ് 3-ാം ഭാവം എന്ന് പറയുന്നത്. പക്ഷേ അത് ഏത് വഴിയിലും ആകാം. അവിടെ ഒരു ശരിയും തെറ്റും നോക്കാതെ ബിസിനസ് ചെയ്യുന്ന ഒരു രംഗമാണത്. വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യത്തിൽ വ്യാഴത്തിന് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റില്ല. കാരണം വ്യാഴം സത്യത്തിൻ്റെ ഗ്രഹമാണ്, ഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ്, നീതിയുടെ ഗ്രഹമാണ്. അപ്പോൾ ആ വ്യാഴം അത് ഗുരുക്കന്മാരുടെ ഗ്രഹമാണ്. ടീച്ചിങ് ആണ് വ്യാഴത്തിൻ്റെ പ്രധാനം. അത് എന്ത് ടീച്ചിങ്? ഈ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹമാണത്. ആ ഒരു ഗ്രഹത്തിന് ഈ 3-ാം ഭാവം ഒരിക്കലും യോജിക്കില്ല. അവിടെ പെട്ടാൽ, 3-ൽ പെട്ടാൽ വ്യാഴം പ്രവർത്തനരഹിതമായി പോകും. അതുകൊണ്ടാണ് 3-ാം ഭാവം വ്യാഴത്തിൻ്റെ മരണകാരക സ്ഥാനമാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ശനി. ശനി നിങ്ങൾക്കറിയാം, ശനിയുടെ സ്വഭാവങ്ങൾ അത് റെസ്ട്രിക്ഷനാണ്, കഠിനാധ്വാനമാണ്, എല്ലാത്തിനും ഡിലേ ചെയ്യുന്ന സ്വഭാവമാണ്, വാർദ്ധക്യത്തിനായിട്ട് ബന്ധമുള്ളതാണ്. ഇതൊക്കെയാണ് ശനിയുടെ സ്വഭാവങ്ങൾ. ജോലി, കഠിനമായ ജോലികൾ. അതേ അവസരത്തിൽ ശനിയുടെ മരണകാരക സ്ഥാനം എന്ന് പറയുന്നത് 1-ാം ഭാവമാണ്, ഫസ്റ്റ് ഹൗസ്, ലഗ്നം. അവിടെ ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മളാണ്, നമ്മൾ എന്നുള്ള വ്യക്തിയാണ്, നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ പ്രവർത്തന ശൈലിയാണ്, നമ്മളെ പറ്റിയിട്ടുള്ള അംഗീകാരമാണ്, നമ്മുടെ ആരോഗ്യവും ഐശ്വര്യങ്ങളും ഒക്കെ ലഗ്നം കൊണ്ടാണ് പറയുക. ഇതിനൊക്കെ ശനിക്ക് തൃപ്തിയില്ല. ശനിക്ക് എന്ത് ചെയ്യണമെങ്കിലും സ്ട്രിക്റ്റായിട്ട് ചെയ്യണം. അതിന് നിബന്ധനകളുണ്ടാവും, അതിനൊരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. അതൊന്നും ലഗ്നത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ ശനിക്ക് ലഗ്നത്തിൽ പ്രവർത്തനശേഷി കുറയും. ശനി അവിടെ ഒരു മരണകാരക സ്ഥാനത്താണെന്ന് പറയാം. ഇനി രാഹുവിൻ്റെ മരണകാരക സ്ഥാനം 9 എന്നാണ് പറയുന്നത്, 9th ഹൗസ്. അത് നിങ്ങൾക്കറിയാം, 9th ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാവമാണത്. അത് വളരെ സ്പിരിച്വലാണ്, സനാതനധർമ്മത്തിൻ്റെ ഭാവമാണ്. നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവിടെ പ്രാർത്ഥനയുടെയും സ്ഥാനമാണത്. പഠിപ്പിക്കലാണ്, ഗുരുക്കന്മാരുടെ സ്ഥാനമാണ്. വളർച്ച, എക്സ്പാൻഷൻ, ഇതൊക്കെ 9th ഹൗസാണ് പറയുക. പക്ഷെ അവിടെ അത്തരം ഒരു സിറ്റുവേഷനിൽ രാഹു തൃപ്തനല്ല. രാഹുവിന് വളർച്ച വേണം, പക്ഷേങ്കിൽ അത് നോർമലായിട്ടുള്ള വളർച്ചയല്ല രാഹുവിൻ്റേത്. അത് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള വളർച്ചയാണ്, ഇല്യൂഷൻസ് ഒക്കെയാണ് രാഹുവിൻ്റേത്. ഈ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വിപരീതമായ ഒരു ലൈനാണ് എപ്പോഴും രാഹു സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കാൻ 9-ൽ പറ്റില്ല. അതുകൊണ്ടാണ് 9-ൽ രാഹുവിന്
ഒരു മരണകാരക സ്ഥാനമായിട്ട് വരുന്നത്. ഇനി കേതുവിന് മരണകാരക സ്ഥാനം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും 4-ാം ഭാവം, 4th ഹൗസ്, കേതുവിൻ്റെ ഒരു നിർജീവ ഭാവമാണെന്ന് പറയുന്നുണ്ട്. കേതു അവിടെ ഒരു മരണാവസ്ഥയിലാണെന്ന് പറയുന്നു. അതിന് കാരണം ഇതാണ്. കാരണം 4-ാം ഭാവം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ലോകത്തിലുള്ള സുഖങ്ങളാണ്, സന്തോഷങ്ങളാണ്. നമുക്ക് ലോകത്തോടാണ് നമ്മൾ ഏറ്റവും പ്രതിപത്തി. 4-ാം ഭാവം അതാണ്. പക്ഷേ നമുക്കറിയാം ഈ കേതു അത് മോക്ഷമാണ്, വേർപിരിയലാണ് കേതുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ 4-ാം ഭാവം കേതുവിന് ഒരിക്കലും യോജിക്കില്ല. കേതുവിന് പറയുക 12ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റാത്ത സ്വഭാവ ശൈലികളുള്ള ഹൗസുകൾ, ഭാവങ്ങൾ വരുമ്പോൾ ആ ഗ്രഹം ഈ മരണകാരക സ്ഥാനത്തായി എന്ന് പറയാം. ആ ഗ്രഹത്തിന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള കഴിവ് വളരെ കുറഞ്ഞു പോകും. എന്നാലും നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് ഇതിങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ സപ്പോസ് 3-ൽ വ്യാഴം നമുക്ക് ഒരുപാട് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഭാവമാണ്. വ്യാഴത്തിന് 3 അസ്വസ്ഥതയാണ്. കാരണം 3-ാം ഭാവത്തിൻ്റെ ആ ശരിയായ സ്വഭാവം വ്യാഴത്തിന് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് അവിടെ വ്യാഴം അസ്വസ്ഥനാകുന്നത്. അപ്പോൾ അവിടെ വ്യാഴം ഒരു ഡെഡായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സ്പിരിച്വലായ കാര്യങ്ങളെല്ലാം പഠിക്കുക, അത് പഠിപ്പിക്കുക, ധാരാളം വായിക്കുക, അതുപോലെ തന്നെ എഴുതുക, നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. പഠിപ്പിക്കൽ ആണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മരണകാരക സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ആ ശക്തി കുറഞ്ഞു കിട്ടും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്താൽ ഈ മരണകാരക സ്ഥാനം ഗ്രഹങ്ങൾ നിൽക്കുന്ന ജാതകൻ വളരെയധികം ഐശ്വര്യത്തിലേക്ക് പോകുന്നതിനും ഒരുപാട് തെളിവുകളുണ്ട്. അത് കുറേ കർമ്മത്തിൽ കൂടിയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. മരണകാരക സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒരു ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഭയപ്പെടാനില്ല. അതിലെല്ലാം ദൈവം തന്നെ പ്രതിവിധികൾ തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ അതിനുള്ള പ്രതിവിധിയും ഉണ്ടാകും. എന്നാലും ഇങ്ങനൊരവസ്ഥ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതലായി പറയുന്നില്ല. തൽക്കാലം ഇത്ര മാത്രം.